റിയാലിറ്റി ഷോയിലെ അശ്ലീല പരാമർശത്തിന് യൂട്യൂബർ ഉൾപ്പെടെ 40 പേർക്ക് സമൻസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഇൻസ്പിറേഷണൽ യൂട്യൂബറായ രൺവീർ അലാബാദി അടക്കമുള്ള ആളുകളാണ് ഇതിൽപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹവും ചാറ്റ് ഷോയിൽ പങ്കെടുത്തവർക്കും ഉൾപ്പെടെ 40 പേർക്ക് സൈബർ പോലീസ് സമൻസ് അയച്ചു. കൊമീഡിയൻ സമീർ റെയ്നയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്ത്യസ് ഗോട്ട് ലേറ്റന്റ് റിയാലിറ്റി ഷോയിൽ അലാബാദിയുടെ അസഭ്യ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസർമാരായ അപൂർവ മുഖിജ, ആശിഷ് ചഞ്ചലാനി എന്നിവരടക്കം 4 പേരെ പോലീസ് ചോദ്യം ചെയ്തു. പരിപാടി നേരത്തെ തയ്യാറാക്കിയതല്ലെന്നും സ്വതന്ത്രമായി സംസാരിക്കാനാണ് എല്ലാവർക്കും നിർദ്ദേശം നൽകിയതെന്നും അപൂർവ മുഖർജിയും ആശിഷുമായി നൽകി. ഷോയിലെ 18 എപ്പിസോഡുകളും നീക്കം ചെയ്യാൻ നിർമ്മാതാക്കളോട് സൈബർ സെൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അലാബാദിയുടെ ഈ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച 30 പേർക്കെതിരെ കേസെടുത്തു. ടോക്ക് ഷോയിൽ പങ്കെടുത്ത മലയാളി വിദ്യാർത്ഥിനിയോട് കേരളീയരുടെ സാക്ഷരതയെക്കുറിച്ച് മോശമായി സംസാരിച്ച വിധികർത്താവ് ജസ്പ്രീത് സിംഗിന്റെയും പരാമർശവും വിവാദമായി. മാതാപിതാക്കളുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ചാറ്റ് ഷോയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ BJP നേതാവ് മൃണാൽ പാണ്ഡെ നൽകിയ പരാതിയിലാണ് ചൊവ്വാഴ്ചയെ അലാബാദിയക്കെതിരെ ആദ്യ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലാബാദിയക്കെതിരെ കേസുകളുണ്ട്. ഏതായാലും മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നൽകി നടക്കുന്ന യുവമാരുടെ ഒന്നും ഉള്ളിൽ ഇതല്ല സംഭവം എന്ന് മനസ്സിലായി. ഇത് കണ്ട് ഇൻസ്പയർ ആവുന്നവരോട് പറയാനുള്ളത്, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കിയൊന്നും ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണ്ട.